നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. KPSTA കോട്ടോപ്പാടം ബ്രാഞ്ച് സമ്മേളനം ഭീമനാട് ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ജോസ് ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ 20% ക്ഷാമബത്ത അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, കുട്ടികൾക്കുള്ള കുടിശ്ശികയായ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഈ വരുന്ന 24-ാം തീയതി കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓരോ സമ്മേളനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ തലങ്ങളിലും നടക്കുന്ന സമ്മേളനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. യൂണിറ്റ് സമ്മേളനങ്ങൾ നമുക്കറിയാം. ഒരു വർഷത്തിൽ നാം ഒരുമിച്ച് കൂടി ആ യൂണിറ്റിലുള്ള ആളുകൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും യൂണിറ്റിൽ വരുന്ന പുതിയ പുതിയ ആളുകളെ സംഘടനയിലേക്ക് ചേർക്കുകയും ഒപ്പം തന്നെ നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ കർത്തവ്യം നിറവേറ്റി മുന്നേറുകയും ചെയ്യുമ്പോൾ അത്തരം കൂട്ടായ്മകൾ വളരെ നല്ലത് തന്നെയാണ്. 24 നടക്കുന്ന സമരത്തിൽ പങ്കെടുത്ത് പണിമുടക്ക് വിജയിപ്പിക്കണമെന്നും ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ഓഡിറ്റർ നൌഫൽ താളിയിൽ, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ബിന്ദു പി ജോസഫ്, ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ദീപക്, ബ്രാഞ്ച് ട്രഷറർ സി മിഷ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ശശികുമാറിനെയും വൈസ് പ്രസിഡന്റായി സുജാത, സുഹീദ, പ്രസീജ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി ലീനയെയും തെരഞ്ഞെടുത്തു. റസീന, രശ്മി, ഫാത്തിയ, ശ്രീജ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും സി മിഷയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികമാർക്ക് ബ്രാഞ്ച് സമ്മേളനത്തിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി. നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.